ഇതിപ്പോൾ നമ്മൾ കൂട്ടിൽ നിന്നും വിരിഞ്ഞ് ഇപ്പോൾ പുറത്ത് ചാടാൻ പോകുന്ന ഈച്ചയാണ്. അതാ വിരിഞ്ഞ് ഇറങ്ങും. ഇതാണ് ഒന്നാമത്തെ ദിവസം വിരിഞ്ഞിറങ്ങിയ ഈച്ചയാണ് ഇപ്പോൾ. ഇതാണ് കൂട്ടിൽ നിന്നും ഇത് ഇന്നൊന്നും പറക്കാനാവില്ല. ഇവർക്ക് ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ വേലക്കാരി ഈച്ചകൾ കൊടുക്കും. അവർക്ക് വേണ്ട ചൂട് കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ വീഡിയോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ തേനീച്ചകളുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ തേനീച്ചയുടെ 1-2 ഫിലിം ചെയ്തിരുന്നതിൽ നമ്മൾ തേനെടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാകുറിശ്ശിയിലാണ്. അനീഷേട്ടൻ്റെ തേനീച്ച തോട്ടത്തിലാണ്. തേനീച്ച തോട്ടം എന്ന് പറയാൻ വലിയൊരു തോട്ടമൊന്നുമല്ല, പക്ഷേ നമ്മളെ കൂടുതൽ ആകർഷിച്ചത്, അനീഷേട്ടനിലേക്ക് ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അനീഷേട്ടൻ നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് അതുപോലെയാണ് അനീഷേട്ടനും തേനീച്ചകളും തമ്മിൽ. അനീഷേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ് തേനീച്ച എന്ന് പറയുന്നത്. ഭയങ്കര രസകരമാണ്. അനീഷേട്ടൻ വളരെ ഡീപ്പായിട്ട് ഇതിനെ പഠിക്കാറുണ്ട്. അതുമാത്രമല്ല, തേനീച്ചകളെ പറ്റി ഒരുപാട് അറിവുകൾ അദ്ദേഹം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അറിവുകളും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് തേനീച്ച കാഴ്ചകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒട്ടും മറക്കാതെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. അനീഷേട്ടനെ പോലെയുള്ള കർഷകർ തേടി തന്നെയാണ് നമ്മൾ ഇതുവരെ ഓർഗാനിക് കേരളം നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് തോന്നുന്നു. നമുക്ക് അനീഷേട്ടനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. അനീഷേട്ട, എത്ര തരം തേനീച്ചകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്? എന്തൊക്കെയാണ് തേനീച്ചയുടെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2 തരം തേനീച്ചകളാണ്. അത് പ്രധാനമായിട്ടും ഇണക്കി വളർത്താൻ പറ്റുന്ന 2 ഈച്ചകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈ ഇണക്കി വളർത്താൻ പറ്റുന്ന 2 ഈച്ചകൾ ഏതൊക്കെയാണ്? ഞൊടിയൻ എന്ന വിഭാഗത്തിൽപ്പെടുന്നതും ഏകദേശം ഇന്ത്യയിൽ 5 തരം തേനീച്ചകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഏറ്റവും വലിയ തേനീച്ച എന്ന് പറയുന്നത് പെരുന്തേനീച്ചയാണ്. വലിയ ബിൽഡിങ്ങുകളിലും ഒക്കെ തൂങ്ങുന്ന, നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ വലിയ ഫ്ലാറ്റിന്റെ സൈഡിലൊക്കെ തൂങ്ങി നിൽക്കുന്ന മരങ്ങളിലൊക്കെ തൂങ്ങി നിൽക്കുന്ന ആഴ്ചയാണ് പെരുന്തേനീച്ച എന്ന് പറയുന്നത്. ആ പെരുന്തേനീച്ചനെ നമ്മൾക്ക് വളർത്താൻ പറ്റുമോ? അത് ഒരിക്കലും മനുഷ്യനായിട്ട് ഇണങ്ങുന്ന ഈച്ചകളല്ല. അതിൽ ഒന്നിൽ കൂടുതൽ അടകൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഇണക്കി വളർത്താൻ കഴിയില്ല. പിന്നെ മാരകമായ വിഷം പേറുന്ന ഈച്ചകളാണ്. കുത്തിക്കഴിഞ്ഞാൽ മരണം വരെ 5 ഈച്ചകൾ വരെ കുത്തിയാൽ ഒരാൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന വിഷം ഉള്ളതാണ്, മാരകമാണ്. ശരി. പിന്നെ ഏതാണ്? പിന്നെ 5 ഐറ്റം തേനീച്ചകളാണ്. പിന്നെ ഉള്ളത് അതിലും സൈസ് ചെറുതുള്ള, അതായത് വലിപ്പത്തിൽ നിന്ന് ചെറുതോട്ടാണ് ഞാൻ താഴോട്ട് പറയുന്നത്. അപ്പോൾ പെരുന്തേനീച്ചയാണ് ഏറ്റവും വലുത്. അതിന് തൊട്ട് താഴെയുള്ളത് ഇറ്റാലിയൻ തേനീച്ച എന്ന് പറയുന്നതാണ്. അത് കേരളത്തിൽ അത്ര വ്യാപകമായി കൃഷി ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ വേഗത വളരെ കുറവാണ്. അപ്പോൾ അതിന് പക്ഷികൾക്കും മറ്റ് ആക്രമിക്കാൻ, അവരെ കീഴ്പ്പെടുത്താൻ വളരെ ആയതുകൊണ്ട് അവർക്ക് അധികം സഞ്ചാര വേഗത കുറവാണ്. അതുകൊണ്ട് ആളുകൾ അത് വളർത്താൻ മടിക്കുന്നു. പക്ഷെ കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഈച്ചയാണ്, വളർത്താൻ കഴിയുന്ന ഒരു ഈച്ചയാണ് ഇറ്റാലിയൻ തേനീച്ച. നമ്മുടെ ഇന്ത്യൻ തേനീച്ചേനേക്കാൾ കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ട്. അതെ. മൂന്നാമത് ഞൊടിയൻ ഈച്ചയാണ്. അത് നമ്മളിവിടെ വളർത്തുന്നത്. ഈ ഞൊടിയൻ ഈച്ച ശരിക്കും എവിടെ കാണപ്പെടുന്നത്? എന്താ അതിന്റെ ഒരു? ഞൊടിയൻ ഈച്ച നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഈച്ച തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ കാണപ്പെടുന്ന ഈച്ചയാണ്. ഇന്ത്യൻ. എന്താ അധികം വലിപ്പമില്ലാത്തതാണോ? എന്താ ഞൊടിയൻ? അത് നമ്മുടെ പെരുന്തേനീച്ചേനേക്കാളും ഇറ്റാലിയൻ തേനീച്ചേനേക്കാളും ചെറുതായിരിക്കും. നമുക്ക് ഇണക്കി വളർത്താൻ കഴിയുന്ന ഈച്ചയാണ്, വളരെ ഇണങ്ങുന്ന ഈച്ചയാണ്. ഈ അടുത്ത 5ാമത്തെ ഈച്ച ഏതാണ്? പിന്നെ വരുന്നത് കോൽത്തേൻ എന്ന് പറയുന്ന കോൽത്തേൻ ഈച്ചയാണ്. അതായത് ഈ നമ്മുടെ ഞൊടിയനേക്കാൾ ചെറുതാണ് കോൽത്തേനീച്ച. കോൽത്തേനീച്ച നാലാമത്തെ ഈച്ച. അപ്പോൾ 4ാമത്തെ ഈച്ച കോൽത്തേനീച്ചയാണ്. അതിൽ ഒരട മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്നും കിട്ടുന്ന തേൻ എന്ന് പറയുന്നത് ഏകദേശം 1/2 ലിറ്റർ തേൻ മാത്രമാണ്, അല്ലെങ്കിൽ 1/2 ലിറ്റർ മുതൽ 1 ലിറ്ററിൻ്റെ ഉള്ളിലാണ് അതിൽ നിന്ന് തേൻ. നല്ലൊരു കൂട്ടിൽ നിന്ന് ഒരു 1/2 ലിറ്റർ തേനെങ്കിലും കിട്ടും. ഒരു 600-700 ആ ലെവലിൽ മാത്രമാണ് അതിന് തേൻ കിട്ടും. ഏറ്റവും അവസാനത്തെ തേനീച്ച നമ്മളെ ചെറുതേനീച്ച, ഏറ്റവും ചെറുതേനീച്ചയാണ്. ഇനിയിപ്പോൾ ആ തേനീച്ചുള്ള പിന്നെ നമുക്ക് അറിയുന്നതാണ് പല ഭാഗങ്ങളിലുള്ള ചെറുതേനീച്ചയാണ് വീടിൻ്റെ ഒക്കെ സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ അനീഷേട്ടൻ ചെയ്യുന്ന 2 തേനീച്ച ഏതൊക്കെയാണ്? ഒന്ന് ഞൊടിയനും ചെറുതേനീച്ചയാണ്. ചെറുതേനീച്ച നമുക്ക് വ്യാവസായികമായിട്ട് നമുക്ക് ചെയ്താൽ വലിയ ലാഭകരമൊന്നുമല്ല. അപ്പോൾ നിറയെ പൂക്കൾ വീട്ടാവശ്യത്തിന് മാത്രം. അതെ. അപ്പോൾ നമുക്ക് 2 തേനീച്ചകളെയാണ് ഇവിടെ പരിചയപ്പെടാനുള്ളത്, അല്ലേ? ആദ്യം ഒരു കാര്യം ചെയ്യാം, അനീഷേട്ടൻ്റെ തേനീച്ചകളാണ് കാണാം. അതിനുശേഷം നമുക്ക് തേനീച്ചയുടെ വിശേഷങ്ങൾ കാണാം. തീർച്ചയായും. അത് അടച്ചത് അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ ചകിരിയിട്ടാണ് പോയ്ക്കണം, അല്ലേ? നമ്മളെ കൂട് തുറക്കുകയാണ്, അല്ലേ? കൂട് തുറക്കാൻ
ഇതിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ വേണം കൂടിനെ നമ്മൾ ഇതാക്കാൻ. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഇതാണ് അവരുടെ പ്രവേശന കവാടം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ ഇങ്ങനെ അടഞ്ഞു നിന്ന് കൂടുതൽ പണിയെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അവർ പ്രവേശന കവാടം അടഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ ഇവിടെയാണ് ഈച്ചകൾ പ്രവേശിക്കുകയും തേനും അതുപോലെ പൂമ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഡോറിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡോറിൻ്റെ മുന്നിൽ നിന്ന് തേനെടുക്കരുത്. പ്രത്യേകിച്ച് ഈ തേനീച്ചകൾ പാസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊന്നും നമ്മൾ നിൽക്കാതെ അതിൻ്റെ നേരെ വിപരീത സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ തേനീച്ചയെ സമീപിക്കാൻ. തീർച്ചയായും. ഇപ്പോൾ തേനിൻ്റെ ഏകദേശം സീസൺ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മേൽത്തട്ടാണ്. ഇവിടെ നിന്ന് 3 തട്ടുണ്ട് അല്ലേ? ഇതിലിപ്പോൾ 2 തട്ടുകളാണ്. 2 തട്ട് ഞാൻ എടുത്തു മാറ്റി. അപ്പോൾ ഇതിലിപ്പോൾ ആകെ ഒരു തട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തേന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം. ഇതിൽ പൂമ്പൊടി ഒന്നും ഉണ്ടാവില്ല. ഇതിൽ തേന് മാത്രമായിരിക്കും. തേൻ കാണാൻ കഴിയും. തേന് മാത്രമായിരിക്കും. ഇതിൻ്റെ അടിയിലെ പെട്ടിയാണ് നമ്മൾ ഓൾറെഡി ഈച്ചയുടെ കോളനികളും അടിയിലെ പെട്ടിയിലാണ്. നമുക്ക് അപ്പോൾ അടിയിലെ പെട്ടിയെ എടുത്ത് പരിചയപ്പെടാം ആദ്യം. ഇത് മുകളിൽ പുക അടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല? മുകളിൽ നമ്മളൊരു അല്പം പുക കൊടുത്തു. ഒരുപാട് ഓവറായിട്ട് പുക കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ തട്ട് അല്ലേ? അതെ. ഇതിലാണ് നമ്മുടെ ഈച്ച. ഇതിങ്ങനെ 2 തട്ടൊന്നുമല്ല, 3-4 തട്ട് വരെ ഇതിനകത്ത് വെക്കാറുണ്ട്. അത് ഈച്ച ഇതിനനുസരിച്ച് ഈ പെട്ടിയിൽ ഫുള്ളായി ഈച്ച കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പെട്ടി വയ്ക്കും. ഇപ്പോൾ ഇതിലും തേനുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിലെല്ലാം തേനുണ്ട്. പക്ഷേ ഈ തേനോ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതാണ് അവരുടെ ഒരു കോളനിയാണ്. ഈ കോളനിയിലേക്ക് നമ്മൾ ഒരിക്കലും അതിക്രമിച്ച് കടക്കാറില്ല. മുകളിലായിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ തേനുണ്ടെങ്കിൽ പോലും ഞാനൊരു ജസ്റ്റ് ഒരു അട കാണിച്ചു തരാം. അതിലൊക്കെ തേനുണ്ടാവും. പക്ഷെ തേന് നമ്മൾ എടുക്കാറില്ല. ഇതിൻ്റെ ഇവിടം മുതൽ ഇങ്ങോട്ടുള്ളത് തേനാണ്. ഈ ഇരിക്കുന്നത് നല്ല സീല് ചെയ്ത് വെച്ചിരിക്കുന്ന തേനാണ്. കണ്ടോ, പൊട്ടിച്ച തേനാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് പുഴുവും അടയും ഒക്കെ ആയിട്ടുള്ള സംഭവം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിത് പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കോളനീനെ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല അനീഷേട്ടാ? താൽക്കാലികമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഈച്ചകൾ ഇനി പാസ് ചെയ്ത് തേന് കൊണ്ടും പൂമ്പൊടി കൊണ്ടൊക്കെ വരുന്നത് അവിടെയായിരിക്കും. പിന്നെ ഉച്ച സമയമാകുമ്പോൾ നല്ല വേനലും നല്ല കനത്ത വെയിലും ആയതുകൊണ്ട് ഈച്ച ഇപ്പോൾ പുറത്ത് പോകാറില്ല. ഇപ്പോൾ ഇതിന് ഒരുപാട് ജോലികളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വരുന്ന സമയങ്ങളിൽ കാണാം. ഇപ്പം നമ്മൾ നോക്കുന്നത് ഇവരുടെ മുട്ടയൊക്കെയാണ് അല്ലേ? നമുക്ക് ഇവരുടെ മുട്ടയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അതിന് പുക കയ്യിൽ വേണം. അനീഷേട്ടാ, ഇത് ശരിക്കും ഇവരുടെ ഒരു കോളനിയാണ് ഈ കാണുന്നത്. അതെ. ഏറ്റവും അടിത്തട്ടിലാണോ കോളനിയുടെ? ഈ കോളനീനെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഇത് ന്യൂട്ടൺ പെട്ടി എന്നാണ് ഈ പെട്ടി അറിയപ്പെടുന്നത്. അതായത് ഇതില് അടിഭാഗത്ത് അല്ല, ഈ പെട്ടി നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന പെട്ടിയാണ്. ന്യൂട്ടൺ പെട്ടി എന്നാണ് ഈ പെട്ടി അറിയപ്പെടുന്നത്. മരത്തിന്റെ പെട്ടിയാണ്. ഇതില് അടകളുടെ എണ്ണവും ഇതിന്റെ ഷേപ്പിനും അതനുസരിച്ചിട്ട് ഈ പെട്ടി അറിയപ്പെടുന്നത് ന്യൂട്ടൺ പെട്ടി എന്നാണ്. അതെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 6 അടകളാണ് ഈ അടിപ്പെട്ടിയിൽ ഉണ്ടായിരിക്കുക. 6 ഇതിൻ്റെ തേന് നിറയ്ക്കുന്ന മുകളിലത്തെ പെട്ടി ഏകദേശം 5 അടകൾ. 4 അടകളാണ് നല്ലത്. 4 അടകളാണെങ്കിൽ ധാരാളം തേൻ അതിനകത്ത് സംഭരിക്കാൻ അവരുടെ വലിപ്പം കൂടുതലുണ്ടാവും. അത് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളെ മുകളിലുള്ള പെട്ടി. ഇതിലാണ് ഇവര് തേന്. അതെ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. വിശദമായിട്ട് ഈ 2 അടകൾ തമ്മിലുള്ള മാറ്റം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന അടകളാണ്. ഈ അടകളുടെ ഈ ഹോളുകൾ, ഈ വലിപ്പം, ഈ ഹോളിൻ്റെ ഉള്ളിലത്തെ വലിപ്പത്തേക്കാൾ കുറവായിരിക്കും ഈ അട കോളനിയിലെ ഈ അടയുടെ വലിപ്പം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ മുട്ടയിടാൻ കഴിയില്ല.
കാരണം എന്താ വെച്ചാൽ ഇത് വലിപ്പം കൂടുതലാണ്. അവരുടെ മുട്ടകൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ മുട്ടയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും വലിപ്പം കൂടുതലാണ്. ഇത് തേൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള അടകളാണ്. തേൻ കൂടുതലായി സംഭരിക്കാൻ വേണ്ടി അവർ കുറച്ച് വലിപ്പം കൂടുതലുള്ള അടകളാണ് അവർ മുകളിലേക്കുള്ള ചേമ്പറിൽ അവർ വെക്കുക. ഈ മുകളിലെ ചേമ്പറിൽ ഇപ്പം നമ്മൾ എടുത്ത സ്ഥിതിക്ക് ചോദിക്കുകയാണ്, ഈ മുകളിലെ ചേമ്പറിൽ കാണപ്പെടുന്ന ഈച്ചകളില്ലേ, ഇവർ തന്നെയാണോ താഴത്തതിലും അതോ ഓരോ ചേമ്പറിലേക്കും വ്യത്യസ്ത ഈച്ചകൾ? ശരിക്കും ഇവരെ ഒരു ഭയങ്കരമായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കാറെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് തേനീച്ചകൾ. അപ്പോൾ ഇവരുടെ ജോലി ഈ ഇതിലുള്ള ആളുകൾ താഴെ അവരുണ്ടായിരിക്കും, അതോ ഇവർ ഈ മുകളിലത്തെ തട്ടിലുള്ളതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഈച്ചകൾ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഇതിനകത്ത് 3 തരം ഈച്ചകളാണ്, 3 തരം തേനീച്ചകളാണ്. അതായത് തേനീച്ച ഒന്ന് തന്നെ, അതിൽ 3 തരത്തിലുള്ള ഈച്ചകളാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അതിലായത് പിന്നെ വേലക്കാരി ഈച്ച, അതായത് പെൺ ഈച്ചയാണ് വേലക്കാരി ഈച്ചയായിട്ടുള്ളത്. പിന്നെ ഇവരുടെ കോളനീനെ നിയന്ത്രിക്കുന്ന റാണി ഈച്ച, അതിനെ വിശദമായി നമുക്ക് കാണാം. പിന്നെ ആണീച്ച ഇത് 3ഉം എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ ബീജസങ്കലനം സംഭവിക്കാത്ത മുട്ടയിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് ആണീച്ച. ബീജസങ്കലനം സംഭവിച്ച ആണീച്ചനെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കാൻ പറ്റും. ഇതാണ് ആണീച്ച. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാം. ഈ കാണുന്നതാണ് ആണീച്ച. ഈ കറുപ്പ് ഈ കറുപ്പാണ് ആണീച്ച എന്ന് പറയുന്നത്. ഇതെല്ലാം പെണ്ണീച്ച. കളർ വ്യത്യാസത്തിനും കുറച്ച് വലിപ്പവും മാറ്റം ഉണ്ടാവും. അതിന്റെ ഉരുണ്ട ഷേപ്പിലും ഒക്കെ ഇതിനകത്ത് കറുപ്പാണ് മെയിനായിട്ട്. അതിന്റെ ഫുൾ കറുപ്പായിരിക്കും. ഇതിനൊരു വരകളുള്ള ഡിസൈൻ ഉണ്ടായിരിക്കും. ആണീച്ച, ഇതാണ് ആണീച്ച. അത് വളരെ 10% മാത്രമാണ് ആണീച്ച ഒരു കൂട്ടിൽ കാണപ്പെടുന്നത്. വെറും 10% കാണപ്പെടുന്നത്. ബാക്കി 90% ഈ പെണ്ണീച്ചകളാണ് കാണപ്പെടുന്നത്. ഈ ഈച്ചകളാണ്. അതെ 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 അതെ. അതായത് ബീജസങ്കലനം സംഭവിച്ച മുട്ടകളിൽ നിന്നും ഇറങ്ങുന്നതാണ് പെണ്ണീച്ച. ബീജസങ്കലനം സംഭവിക്കാത്ത മുട്ടകളിൽ നിന്നുമാണ് ആണീച്ച പുറപ്പെടുന്നത്. പെണ്ണീച്ചകളാണ് നമ്മളെ അതായത് നമ്മളെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് പെണ്ണീച്ചകളാണ്. അവരുടെ മാത്രമാണ് വിഷസഞ്ചിയും വിഷസൂചിയും ഉള്ളൂ. ആണീച്ചകൾക്ക് ഒരിക്കലും വിഷസൂചിയോ വിഷസഞ്ചിയോ ഇല്ല. ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല ആണീച്ച. ആണീച്ച നമുക്ക് പൂമ്പൊടി തേനൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? എങ്ങനെയാണ് അത്? ആണീച്ച കൂട്ടിൽ മാത്രം ഒതുങ്ങുന്ന സ്വഭാവക്കാരാണ്. അവര് ഈ കൂട് പിരിയുന്ന സമയത്ത് പുതിയ റാണി ഇറങ്ങി വരുന്ന സമയത്ത് അവരുമായിട്ട് എന്താ പറയുക, മധുവിധു പറക്കൽ എന്നാണ് പറയുക. അതായത് ഈച്ചകൾ കൂട്ടത്തോടെ ഇപ്പോൾ ഇതിനകത്ത് പുതിയൊരു റാണി ഉണ്ടായി കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം അവർ ഒരു മധുവിധൽ പറക്കൽ നടക്കും. ആ സമയത്ത് ഇണചേരാൻ വേണ്ടി അവർ ആകാശത്ത്, അതായത് കുറച്ച് കിലോമീറ്റർ ഉയർന്നിട്ടാണ് അവിടെ വെച്ചിട്ടാണ് അവർ ഒരു പറക്കൽ നടക്കും. ആ സമയത്ത് 1 2 അല്ലെങ്കിൽ 3 ആണീച്ചകളുമായിട്ട് ബീജസങ്കലനം നടന്നതിന് ശേഷം തിരിച്ച് വരുമ്പോഴാണ് റാണീച്ചയിൽ അവരുടെ ജീവിതകാലത്ത് മുഴുവനും വേണ്ട ബീജം അവരവരുടെ സ്റ്റോർ ചെയ്യും. റാണീച്ച സ്റ്റോർ ചെയ്യും. പിന്നെ ഒരിക്കലും അവർ പുറത്തു പോകാറില്ല. ആണും ഈ റാണീച്ചയും പുറത്തു പോകാറില്ല. റാണിയും പുറത്തു പോകാറില്ല. പിന്നെ അവർക്ക് ആ ഒരു ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ട ബീജം അവരവരുടെ അറയിൽ സംഭരിച്ചിട്ടുണ്ടാവും. ആ ബീജം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ 3 വർഷവും മുട്ടയിടുന്നത്. അതെ, ഇതാണ് നമ്മുടെ 1ാമത്തെ ദിവസത്തിൽ മുട്ട. ഇത്ര വലിപ്പം ഉണ്ടാവും. ഇനി അത് 2ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത് 2ാമത്തെ ദിവസം മുട്ട. അതായത് ഇന്നിട്ട മുട്ടയാണത്. ഇത് ഇന്നലെ ഇട്ട മുട്ടയാണ്. അപ്പോൾ ഇന്നലെ ഇട്ട മുട്ടകൾക്ക് ഒരു നേരം അവർ റോയൽ ജെല്ലി കൊടുക്കും. ഇത് സമാധിയിലേക്ക് കടക്കാനായ മുട്ടയാണ്. അതെ, ഇത് നമ്മുടെ ഷഡ്പദ, അതായത് പൂമ്പാറ്റകളെ പോലെ തന്നെയാണ്. ഇത് മുട്ട വിരിഞ്ഞ് പുഴുവാണ് ആദ്യം പുറത്തു വരിക. ഈ പുഴു ഇനി സമാധി ഇരുന്ന് 21ാമത്തെ ദിവസമാണ് പെണ്ണീച്ചയായിട്ട് വരുന്നത്. ഇതെല്ലാം ബീജസങ്കലനം നടന്ന മുട്ടകളാണ്. സമാധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ അതിനകത്ത് തേന്, അതുപോലെ പൂമ്പൊടി കാര്യങ്ങളൊക്കെ അവർക്ക് ഭക്ഷിക്കാനുള്ള ഘടകങ്ങളൊക്കെ അതിൽ നിക്ഷേപിച്ച് തേനീച്ച ഈ കൂട് സീൽ ചെയ്യും. സീൽ ചെയ്യുന്നതാണ് ഈ കാണുന്നതല്ല. ഇതിൽ നമുക്ക് വിരിയാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കളർ മാറ്റം ഉണ്ടാവും. ഇതുപോലെ അത് പൊട്ടിച്ചിട്ടാണ് അവർ 21ാമത്തെ ദിവസം ഇതുപോലെ പുറത്തു വരും. 21ാമത്തെ ദിവസം ഇതുപോലെ അവർ പുറത്തിറങ്ങും അല്ലേ? അനീഷേട്ടാ, റാണീച്ച മാത്രമേ മുട്ട ഇടുകയുള്ളൂ അതോ? റാണീച്ച മാത്രമല്ല, പെണ്ണീച്ച മുട്ടയിടും. പക്ഷെ പെണ്ണീച്ച മുട്ടയിട്ടാൽ ഈ കൂട് നശിച്ചു പോകുന്നതിന്റെ സൂചനയാണ്. അതെ അതെ അതെ.
ഓ ശരി. ആ കുട്ടികൾ വിരിയില്ല? കുട്ടികൾ ബീജസങ്കലനം ഓൾറെഡി നടന്നിട്ടുണ്ടാവില്ല, വിരിയില്ല. വിരിയില്ല എന്നല്ല, വിരിയും. ഫുള്ള് ആണീച്ചകളായിരിക്കും. അതായത് ബീജസങ്കലനം നടന്നിട്ടുണ്ടാവില്ല. ബീജസങ്കലനം നടക്കാത്ത ഈച്ചകളെല്ലാം ആണീച്ചകളായിട്ടാണ് വരിക. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിലുള്ള റാണി ഈച്ചയ്ക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ രോഗം പിടിപെടുക, അതുപോലെ തന്നെ റാണീച്ച നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ദിവസം പ്രായമായ മുട്ടയിൽ നിന്നാണ് അവർ റാണി ഈച്ചയെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുട്ട ഈ കൂട്ടിനകത്ത് ഇല്ലാതിരിക്കുക. ഇങ്ങനെ വരുന്ന ചില അപൂർവ ഘട്ടങ്ങളിൽ ഈ പെണ്ണീച്ചകൾ വ്യാപകമായി മുട്ടയിടുകയും അവർ ഒന്നിൽ കൂടുതൽ മുട്ടകൾ ഒരറയിൽ നിക്ഷേപിക്കുകയും അത് വിരിയാൻ കഴിയാത്ത രീതിയിലും അങ്ങനെ പിന്നെ ആ കൂട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. ഈ തേനീച്ചയാണ് പൂമ്പൊടി കൊണ്ടുവന്ന തേനീച്ചയാണ് ഈ കാണുന്നത്. അതിൻ്റെ കാലുകളിൽ അത് പൂമ്പൊടിയാണ് അവരുടെ. ഇതുപോലെ അതെ അതെ. ഈ കാലുകളിൽ ഒരു അറയുണ്ട്. അറയിൽ ഇതുപോലെ പൂമ്പൊടി കൊണ്ടുവരികയാണ് ചെയ്യുക. ഈ കാലുകളിലെ അറകളിലാണ് ഇവർ പൂമ്പൊടി ശേഖരിക്കുന്നത്. ഈ പൂമ്പൊടി കൊണ്ടുവന്ന് ഈ പൂമ്പൊടി ഈ അറയിൽ നിന്നും ഇവർ പൂമ്പൊടി അറയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അത് ഡയറക്റ്റാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അനുഷേട്ടാ, നമ്മൾ ഈ ഈച്ചനെ പ്രധാനമായിട്ട് ബാധിക്കുന്ന രോഗങ്ങൾ, ശത്രുക്കൾ, അതൊക്കെ എന്താണ് ശരിക്കും? അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ തേനീച്ചയെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും തേനീച്ചയ്ക്കും എല്ലാ ജീവികളും ഉള്ളതുപോലെ തന്നെ വളരെ ശത്രുക്കളും അല്ല രോഗങ്ങളും ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ്. അവർ പ്രധാനമായിട്ടും ആക്രമിക്കുന്നത് മെഴുകുപുഴു എന്നൊരു പുഴുവാണ്. അതൊരു ശലഭം തന്നെയാണ്. ശലഭം വന്ന് കൂട്ടിനകത്ത് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞിറങ്ങി. തേനീച്ചകൾക്ക് അറിയില്ലേ വേറെ സമയം കയറുമ്പോൾ അവർക്ക്? ഇല്ല, അത് രാത്രിയിലാണ്. നിശാശലഭമാണ്. നിശാശലഭം രാത്രി വന്ന് ഇതിൻ്റെ മുട്ട ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പുഴുക്കൾ സമാധിയാകുന്നത് വരെ അവരുടെ ഒരു പീരീഡ് ഉണ്ടല്ലോ. ആ സമയത്ത് അവർ ഭക്ഷിക്കുന്നത് ഇവരുടെ മെഴുകാണ് അവരുടെ ഭക്ഷണമായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൂടുകളിൽ കയറി ഇവരുണ്ടാക്കി വെച്ച് ഈ അടകൾ തിന്ന് നശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അവർ കൂട് വിട്ടു പോകാനുള്ള, അതായത് ഈ ഞൊടിയൻ ഈച്ചകൾക്ക് കൂട് വിട്ടു പോകാനുള്ള പ്രേരണ വളരെയേറെയാണ്. അവരുടെ കൂടിനകത്ത് അവർക്ക് സ്വസ്ഥത ഇല്ലാതെ വരും, അല്ലെങ്കിൽ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അവർ കൂട് വിട്ടു പോകും. അതെ. അപ്പോൾ ഞാൻ ഏകദേശം മെഴുകുപുഴുവിനൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഏറ്റവും അടിപ്പലക എന്ന് പറയുന്ന ഭാഗമാണ്. ഈ അടിപ്പലകയിൽ ആണ് വേസ്റ്റ് അടിയുക. ഇവിടെ വേസ്റ്റ് അവർക്ക് വൃത്തിയാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഇതാണ് മെഴുകുപുഴു എന്ന് പറയുന്നത്. ഇത് സമാധിക്ക് തൊട്ട് മുമ്പ് മെഴുകുപുഴു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒളിച്ച് താമസിക്കും. അതെ അതെ, ഇതെല്ലാം മെഴുകുപുഴുവാണ്. ഇങ്ങനെ ഒളിച്ച് താമസിക്കും. ഈ പുഴുക്കൾ കുറച്ചും കൂടി വളരുമ്പോൾ ഇവർ അടകളെ ആക്രമിക്കാനായിട്ട് ചെല്ലും. ഈ പുഴുവിനെ ഇപ്പോൾ അതെ അതെ, ഈ പുഴുവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഈ പുഴുവിനെ വെച്ച് പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ തിന്നാൻ ശേഷിയുണ്ട് ഈ പുഴുവിനെ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് ഞാൻ പരീക്ഷ നോക്കിയിട്ടുണ്ട്. ഇതിനെ എടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പുഴുക്കളെല്ലാം പ്ലാസ്റ്റിക്കിന് വിരിഞ്ഞു പോവില്ലേ? അതെ അതെ. ഇതാ നോക്കിക്കോ. ഈ പോണതാണ് റാണീച്ചല്ലേ? അനീഷേട്ടാ, അപ്പൊ നമ്മളുടെ ഒരു തേനീച്ചനെ കണ്ടു. തീർച്ചയായിട്ടും അല്ലേ? അതെ. ഇനി നമുക്കറിയേണ്ടതേ, ഈ തേന് അനീഷേട്ടൻ ഞാൻ വന്ന സമയത്ത് പറയണ്ടായി തേനിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാൻ ഒരുപാട് ആകാംക്ഷ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തൊക്കെയാണ് തേനിന്റെ ഒരു ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചെറുതേനീച്ചയ്ക്കാണ് പോവാം. തേനിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, തേന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഔഷധമായിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ അത് ഭക്ഷണമായിട്ടാണ് ഫുഡായിട്ട് തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റമാണ് നമ്മുടെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മാറ്റം. ചൈനയാണ് ചൈന, ഇറ്റലി അങ്ങനെയുള്ള മറ്റു രാജ്യങ്ങളാണ് തേനിൻ്റെ ഉൽപ്പാദനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ ഫുഡായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും അതിലെ എല്ലാ വൈറ്റമിൻസ്, പ്രോട്ടീൻ, അങ്ങനെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രമേഹ രോഗികൾക്ക് പോലും തേൻ ഉപയോഗിക്കാൻ പറ്റും, മധുരമാണെങ്കിൽ പോലും. കാരണം എന്താ പറയുക, പ്രമേഹം വരുത്തുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസ് അല്ല ഇതിനകത്ത്. ഇത് ഒരു ഓൾറെഡി പാകം ചെയ്ത അല്ലെങ്കിൽ ദഹന പ്രക്രിയ കഴിഞ്ഞ, അതെ അതെ, ആയതുകൊണ്ട്
അപ്പോൾ തേൻ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച എല്ലാ ഇത് നോക്കിയാലും ഗുണമാണ്. തീർച്ചയായിട്ടും ഗുണമാണ്, തീർച്ചയായിട്ടും ഗുണം. നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് കൊടുത്ത് തുടങ്ങുന്നത് തേനാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അനീഷേട്ടാ, അതെ, ഇത് ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നു പറയണം. നമുക്കിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് നമ്മൾ തേന് ഇതാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആയുർവേദം മരുന്നൊന്നും അറിയില്ല, എങ്കിലും നമുക്ക് എന്തെങ്കിലും തേൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ വീട്ടമ്മ തീർച്ചയായിട്ടും തേനിൻ്റെ ഒരു 1-2 കാര്യങ്ങൾ പറയാം. ആയുർവേദത്തിൻ്റെ മേമ്പൊടിയായിട്ട് എല്ലാ ആയുർവേദ മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ തേന് മേമ്പൊടിയായിട്ട് ചേർത്തിട്ടാണ് തേൻ അധികം ഉപയോഗിക്കുക. അത്രയും ഏറെ ആയുർവേദത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് തേന്. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോണിക്കൊക്കെ എഴുതും. ടോണിക്കിലൊക്കെ ഹണി ഒരു ഘടകം തന്നെയാണ്. ഇനി തേനിന് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഒറ്റമൂലികളെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് വയറിളക്കമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചൂട് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ട് വരുന്ന വയറിളക്കങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ, കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് വലിയവർക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് കട്ടൻ ചായ എടുക്കുക. മധുരമില്ലാതെ വേണം കട്ടൻ ചായ വെക്കാൻ. അതിലേക്ക് ഒരു സ്പൂൺ 1.5 സ്പൂൺ എന്ന് പറയുമ്പോൾ കടുമധുരമായി മാറും. ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.25 സ്പൂൺ തേൻ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം 1 സ്പൂണിൽ മുകളിൽ എന്തായാലും ഒഴിക്കണം, അതിൻ്റെ അളവ് അതാണ്. 1.5 സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാത്റൂമിൽ പോയി വന്ന ഉടനെ തന്നെ നമ്മൾ അത് ഒന്ന് കറക്റ്റായി കലക്കി നമ്മളത് കുടിക്കുകയാണെങ്കിൽ പിന്നീട് വയറിളകില്ല. തീർച്ചയായിട്ടും അത്രയും പെട്ടെന്ന് എഫക്റ്റാണ്. പിന്നെ തേന് കൊണ്ട് പിന്നെ ചെയ്യാൻ തടി കുറയ്ക്കാൻ പറ്റും. ചെറുനാരങ്ങയുടെ നീരും തേനും മിക്സ് ചെയ്ത് ചുടുവെള്ളത്തിൽ തേൻ കഴിക്കുമ്പോൾ ഡെയിലി കഴിക്കാവുന്നതാണോ? ഇപ്പൊ തടിയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കഴിക്കാം, ഡെയിലി കഴിക്കാം. ഇപ്പൊ എൻ്റെ നിന്നും തേൻ ഉപയോഗിക്കുന്ന ആളുകൾ, കൂടുതലായിട്ട് തേൻ വാങ്ങുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി എന്താ വെച്ചാൽ, നമ്മുടെ നല്ല ഈത്തപ്പഴം, പുറത്തുനിന്ന് വരുന്ന നല്ല ഈത്തപ്പഴം തേനിലിട്ട് ഒരാഴ്ച വെക്കുക. ഒരാഴ്ച വെച്ചതിന് ശേഷം 1 സ്പൂൺ തേനും ആ ഈത്തപ്പഴവും കൂടി നമ്മൾ വൈകുന്നേരം രാവിലെ 2 നേരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, 1 നേരം കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് തേൻ കുറച്ച് ഹീറ്റാണ്, ശരീരത്തിന് കുറച്ച് ഹീറ്റാണ്. അപ്പോൾ അതിന് 1 ഗ്ലാസ് പാൽ കൂടി ആ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് ക്രമീകരിക്കാൻ കഴിയും. ഈ തേനീച്ച ഒരു ദിവസം ഏകദേശം 3000-ലേറെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അത്രയും ഊർജ്ജം, അത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും പവറായിട്ട് ദിവസം സഞ്ചരിക്കുന്നുണ്ടെന്നാണ്. എന്നാലാണ് ഒരു തേന് അത്രയും 25 മില്ലിഗ്രാം മാത്രമാണ് ഒരു ഞൊടിയനീച്ച വഹിച്ചുകൊണ്ട് ഒരു തവണ തേൻ ശേഖരിച്ച് കൂടുതൽ വരുമ്പോൾ 25 മില്ലിഗ്രാം മാത്രം. അങ്ങനെ എത്ര തവണ ഒരു ദിവസം കൊണ്ടുവരും? അവര് ഒരുപാട് തവണ, അത് ഏകദേശം 10,000-ൽ പരം പൂക്കൾ കൊണ്ടുവന്നാൽ മാത്രമാണ് 1 കിലോ തേനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആയിരക്കണക്കിന് ഈച്ചകളാണ് അതിന് പണിയെടുക്കുന്നത്. നമുക്ക് തേനിനെ കുറിച്ചിട്ടാണ് മലയാളികൾക്ക് അധികം അറിയുള്ളൂ. തേനീച്ചയിൽ മറ്റൊരു പദാർത്ഥം കൂടി ഉണ്ട്, അതായത് വളരെ തേനിനേക്കാൾ വിലയേറിയും തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്നതുമായ റോയൽ ജെല്ലി എന്നൊരു പദാർത്ഥമുണ്ട്. കൊള്ളാലോ. അതെന്താണ് സംഭവം? റോയൽ ജെല്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, റോയൽ ജെല്ലിയെ കുറിച്ചിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് അധികം പരിചിതമല്ല, എന്നാൽ ഒരുപാട് പേർക്ക് പരിചിതമായിരിക്കും. റോയൽ ജെല്ലി എന്ന് പറയുന്നത് 3 ദിവസം മുതൽ 20 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് ഈ പുഴു സമാധിയിലാവുന്നതിന് മുമ്പ് പെണ്ണീച്ചകൾ, അതായത് ബീജസങ്കലനം നടന്ന പെണ്ണീച്ചകളുടെ തലയിൽ നിന്നും അവരുടെ ഒരു ഗ്രന്ഥിയുണ്ട്, ആ ഗ്രന്ഥിയിൽ നിന്നും ഊറി വരുന്ന ഒരു ദ്രാവകം. അതായത് ഈ റാണിയുടെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? റാണിയുടെ അല്ല, പെണ്ണീച്ച. റാണി എന്ന ഒരു സംഭവത്തെക്കുറിച്ച്, അതും വളരെ രസകരമായ സംഭവമാണ്. റാണി ഈച്ച എന്നൊരു ഈച്ച ശരിക്കും ഈ കൂട്ടിലില്ല. ഇതിൽ പെണ്ണീച്ച, ആണീച്ച, 2 ഈച്ചകളാണ് ശരിക്കുള്ളത്. റാണീച്ച രൂപപ്പെടുന്നത് 5 ദിവസം, ഈ 3 ദിവസം മുതൽ 20 ദിവസം വരെ പ്രായമുള്ള പെണ്ണീച്ചയുടെ തലയിൽ നിന്നും, രൂപപ്പെടുന്ന പെണ്ണീച്ചയുടെ തലയിൽ നിന്നും ഊറി വരുന്ന ഒരു ദ്രാവകം. അത് മലയാളത്തിൽ രാജദ്രാവകം, ഇംഗ്ലീഷിലായ റോയൽ ജെല്ലി എന്ന് പറയും. ഈ ദ്രാവകം 5 ദിവസം കൊടുക്കുമ്പോൾ സാധാരണ ഈച്ച 10 മടങ്ങ് സൈസ് വർദ്ധിക്കുകയും ആ ഈച്ച ഒരു റാണി ഈച്ചയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് വരുന്നത് റാണി. അതിൽ വളരെ അത്ഭുതകരമായ മറ്റൊരു സവിശേഷത, ഒരു പെണ്ണീച്ച, സാധാരണ വേലക്കാരി ഈച്ചയായ ഒരു പെണ്ണീച്ചയുടെ ആയുസ് 3 മാസം മാത്രമാണെങ്കിൽ, ഒരു റാണി ഈച്ചയുടേത് 3 മുതൽ 4 വർഷം വരെയായി ആയുസ് വർദ്ധിക്കുന്ന ഒരു ദിവ്യ ഔഷധം കൂടി. അതാണ് ഈ റോയൽ ജെല്ലി അല്ലേ? അതെ. അത്രയും പവറാണത്. അതെ. അത് ജപ്പാനിൽ, ഞാൻ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ജപ്പാനിൽ
ഉള്ള പഴയ രാജാക്കന്മാരുടെ ഒരു രഹസ്യ കൂട്ട് അല്ലെങ്കിൽ രഹസ്യ ഔഷധം ആയിരുന്നു റോയൽ ജെല്ലി. അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൗവനം നിലനിർത്താനും അവരുടെ ദാമ്പത്യം ഭംഗിയാക്കാനും അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ മുഖകാന്തി അതുപോലെ ചർമ്മം ഇന്നും സൗന്ദര്യ വസ്തുവായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടി വലിയ സിനിമാ നടന്മാർ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ദിവ്യ ഔഷധം കൂടിയാണ് റോയൽ ജെല്ലി അല്ലേ? അതെ. അനീഷേട്ടാ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഞൊടിയനീച്ച കണ്ടു. ഇനി ഇവിടെയുള്ള രണ്ടാമത്തെ ഈച്ചേനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ നമുക്ക് ഇവിടെ ചെറുതേനീച്ച അല്ലേ? ആയിക്കോട്ടെ. ചെറുതേനീച്ചയുടെ ഒരു കൂടൊക്കെ അനീഷേട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അനീഷേട്ട ഉണ്ടാക്കിയത് എന്താ കവുങ്ങാണ്? ഇത് കവുങ്ങ് ആണ്. കവുങ്ങ് നമ്മൾ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് കൃത്യം നടുക വെച്ച് പൊളിച്ചതിന് ശേഷം ഇവിടെ പ്രത്യേകതയുണ്ട്. ഈ ഒരു പൊളിയുടെ കറക്റ്റ് അതായത് ഏകദേശം ഈ ഭാഗം ഇങ്ങനെ വരും. ആ ലെവലിന് തന്നെ ഒരു മരപ്പീസ് വെച്ച് അടിച്ചു. അപ്പുറത്തെ പൊളിയുടെയും അതിന്റെ നേർരേഖ വെച്ചിട്ട് ഒരു മരപ്പീസ് വെച്ച് അടിച്ചു. അപ്പൊ എന്താണ് ഇവിടെ അങ്ങനെ ഒരു ചതുര ഇത് കിട്ടി, ചേർന്നിരുന്നു. ഈ വായ അടഞ്ഞു. അതുപോലെ തന്നെ ഈ സൈഡും ഇതേ ഇപ്പൊ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ അതുവഴിയാണ് അവർ ഉള്ളിലേക്ക് കിടക്കുന്നത്. അതെ. പിന്നെ നമ്മൾ ഈച്ചേനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. ഈ ദ്വാരങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിന്റെ പശ വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു പേപ്പർ പശ തേച്ചിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ഇങ്ങനെ പശ തേച്ച് അടയ്ക്കുകയാണ് ചെയ്ത്. നമ്മൾ കാണാം പഴകിയത് പൊളിഞ്ഞു പോകും. ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് അടച്ച് ഇതിനുള്ളിൽ ഇരുട്ടാക്കണം. ഇരുട്ട് വേണം അല്ലേ? ഇരുട്ട് വേണം. അതിപ്പോ മറ്റു തേനീച്ചക്കാർ ഇതിനൊക്കെ ഇരുട്ടാണ് പ്രധാനം. ഇരുട്ട് പ്രധാനമാണ്. ഈ മറ്റേ ഈച്ചയ്ക്ക് പ്രശ്നമില്ല, ഈ ഈച്ചയ്ക്ക് ഇരുട്ട് വളരെ നിർബന്ധമാണ്. അതെ, അല്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റർബ് ആണ്. നമുക്ക് തുറന്നു നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഇല്ലാതെ അത്രയും ഭയങ്കര പശയാണ് ഇതിന്. ഭയങ്കര പവർ ആവുന്നു അല്ലേ അതിന്റെ പശയ്ക്ക്? അതെ. പിന്നെ ബാക്കിയുള്ള ഹോളും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ഈ പശ വെച്ച് അടച്ച് ക്ലിയർ ചെയ്തു പോകും. ഇവരടയ്ക്കോ? തേനുണ്ട്. ഈ ഇരിക്കുന്നതാണ് തേനാണ് അല്ലേ? ഈ രണ്ട് സൈഡിലും ഇരിക്കുന്ന തേനാണ്. തേന്, പൂമ്പൊടി. ഇത് പൂമ്പൊടി. അനീഷേട്ടാ ഒരുപാട് കാലം മുന്നേ തുറന്നാ തോന്നുന്നു. അതെ അതെ അതെ, കുറേ ആയി തുറന്നു. ഇതാണ് പൂമ്പൊടി. അനീഷേട്ടാ ഇരിക്കുന്ന തേനാണ്. ഈ ചെറുതേനീച്ച അത്യാവശ്യം നമുക്ക് കിട്ടാറുണ്ടോ? ഇത് അവരുടെ ഈച്ച. ഇത് മുട്ട. ഇപ്പൊ ഈ കൂട് പിരിക്കുകയാണെങ്കിൽ ഈ മുട്ടയാണ്, ഈ ചെറിയ മുട്ടയാണ് നമുക്ക് റാണി പിരിഞ്ഞ് കിട്ടുള്ളൂ. ഈ മുട്ടയിൽ നിന്നും റാണി പിരിഞ്ഞ് കിട്ടാറില്ല. ഇല്ല. ഇത് ഓൾറെഡി വിരിയാനായി ഈ മുട്ട. നമ്മൾ ഈ മുട്ടയാണ് നമ്മള് ചെറുതേനീച്ചനെ അനീഷേട്ട പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചതാണോ ഇത്? എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്താണ്. നമ്മുടെ വീടിന്റെ പൊത്തിലുള്ള ഈച്ച അങ്ങനെ കളക്ട് ചെയ്തെടുത്താണ്. അതെ അല്ലേ? സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ അനീഷേട്ടൻ്റെ ഈ തേനിൻ്റെ വീഡിയോ കണ്ടല്ലോ. ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അനീഷേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിഷ് ചെയ്യുന്നുണ്ട്, തേന് ചെയ്യുന്നുണ്ട്, റബ്ബർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നതെല്ലാം തന്നെ അതിൽ അദ്ദേഹം ഡീപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പഠിച്ചതെല്ലാം തന്നെ മറ്റുള്ളവരോട് പറയാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാനും അനീഷേട്ടനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ചെറിയ സംസാരമാണ്. ശരിക്കും അനീഷേട്ടൻ തേൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തേനിൽ അനീഷേട്ടന് ഇത്രയും വിവരം ഉണ്ട്, അല്ലെ അദ്ദേഹം അത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെത്രത്തോളം നമ്മൾ താല്പര്യത്തോടെയാണ് അത് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിന് പഠിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അനീഷേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അനീഷേട്ടനെ പോലെയുള്ള ഇതുപോലെയുള്ള കർഷകർ തന്നെയാണ് നമ്മുടെ ലോകമൊട്ടാകെ അറിയേണ്ടത്. ഓർഗാനിക് കേരളം എന്നും ശ്രമിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ എല്ലാവരിലേക്കും എത്തിക്കാം. അതെല്ലാവരിലേക്കും എത്തിച്ചത് നിങ്ങളെപ്പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും ഇതും നിങ്ങൾ ഏറ്റെടുക്കുക. അനീഷേട്ടൻ്റെ ഈ ഒരു വിശേഷങ്ങൾ നാടൊട്ടാകെ അറിയട്ടെ. ആവശ്യക്കാർക്ക് അനീഷേട്ടനെ വിളിക്കുക. അനീഷേട്ടൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്, നമ്മളെ സാധാരണ കൊടുക്കുന്ന പോലെ. ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ